അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലിപ്പ് രണ്ടാമത് ഫൈസൽ മൗലവിക്ക് മറുപടിയായിട്ട് വീണ്ടും സിറാജ് സുഹ്രിയായിട്ട് ഇക്കട് വേണോರು. ಕಾರಣ ನಗಲ ಕರ್ನಾಟಕತ್ರ ನಾಳೆ ಚೇಲಾಡಂಗಾಯ್ಟಿಕ ಪೆರ್ನಾಳ ದಿವಸ ಜುಮ್ಮಾ ಬಂದರೆ ಸಮಸ್ತ ಇನ್ನು ಬೇಜಾರು ಮಾಡಬೇಕಾಗಿಲ್ಲ ಚೊಂದಿಟ್ಟು ഒരു ക്ലിപ്പ് ആക്കിയിട്ട് നന്റെ വീഡിയോയെ ട്രോൾ ആക്കിയിട്ട് ഏതോ ഒരു പേരില്ലാത്തോ അഡ്രസ് ഇല്ലാത്ത ഒരാളെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആഡ് ആക്കിയിട്ടുള്ളാറ്. അങ്ക് മറുപടി ആയിട്ട് ഇക്കടെ ഉണ്ട് നാ തന്നോണ്ടുള്ളത്. മറുപടി നമ്പർ 1 ഇതിനെ നിങ്ങൾ പ്ലേ ആക്കോറു നോക്കോറു. എന്നാൽ ഹംബലി മത പ്രകാരം ലാ തജിബുൽ ജുമഅത്തു അലാ അഹ്ലിൽ ഖുറ വലാ അലാ അഹ്ലിൽ ബലദ്. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബന്ധില്ല, ജുമഅ നിർബന്ധമാകുന്നില്ല. ബൽ യസ്ഖുതു അൻഹു ഫർദുൽ ജുമഅത്തി ബിസലാത്തിൽ ഈദി. പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമഅ നിസ്കാരം ഹംബലി മത പ്രകാരം ഒഴിവായി പോകും. കേട്ടല്ലോ, ആരുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ, മുജാഹിദുകളുടെ അഭിപ്രായമാണോ, വഹാബികളുടെ അഭിപ്രായമാണോ? അല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത്? ഈ പറഞ്ഞ പെരുന്നാളും ജുമഅയും ഒന്നിച്ചു വന്നാൽ ജുമഅ നിർബന്ധമില്ല എന്നുള്ളത്. ഇതില് ഒരു ഉസ്താദ് പറഞ്ഞു ഹംബലി മദ്ഹബ് പ്രകാരം ജുമുഅ നിർബന്ധമില്ല. ഹംബലി മദ്ഹബ് പ്രകാരമാണ്. നമുക്കും ഷാഫി മദ്ഹബ് അല്ലേ? കർണാടകത്തിലായാലും കേരളത്തിലായാലും ഇന്ന് കാണപ്പെടുന്ന ഭൂരിഭാഗമുള്ള മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ ഷാഫി മദ്ഹബുകാരാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് പിന്നെ ഹംബലി മദ്ഹബിനെ കൊണ്ട് ചർച്ചയാക്കാനില്ലല്ലോ. ഈ പറയുന്ന ഏതോ നമ്മുടെ കർണാടകത്തിൽ ഒരു സാധാ മനുഷ്യർ പെരുന്നാൾ ദിവസം ജുമാ ಬಂದರೆ സമസ്ത ഇന്ന് ಬೇಜಾರು ಮಾಡಬೇಕಾಗಿಲ್ಲ അങ്ങനത്തെ ഒരു കന്നഡത്തിൽ വേർഡ് ഉണ്ടാ. കന്നഡം തിരുന്ന കർണാടകക്കാർക്ക് അറിയില്ലേ? സമസ്ത ഒരിക്കൽ ബേജാറാക്കുവോ? സമസ്ത സംഘടനല്ല, അതൊക്കെന്താ ബേജാറ്? മനുഷ്യർക്കല്ലേ ബേജാറ്? അപ്പൊ ഇത്രയും ബുദ്ധിയില്ലാത്ത തീരെ തമ്മീസ് ഇല്ലാത്ത മനുഷ്യനാണ് ഇതിങ്ങനെ ട്രോളാക്കുന്നത്. അവനൊന്ന് വാക്ക് നോക്ക്. കേട്ടല്ലോ, ആരുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണ്. അല്ലല്ല ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത്? ഈ പറഞ്ഞ പെരുന്നാൾ ജുമഅയും ഒന്നിച്ചു വന്നാൽ നിർബന്ധമില്ല എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു ഇത്രയും ദിവസം പുകില്? മുജാഹിദികൾ നന്മ മുടക്കികളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മുടക്കി ലാസ്റ്റ് ജുമയും മുടക്കി നിൽക്കണം അവർ. ശരിയാണ്, തീർച്ചയായിട്ടും മുജാഹിദികൾ നന്മ മുടക്കുന്ന ആൾക്കാരുണ്ട്. ഈ ജുമാ എന്നുള്ള ഈ ചർച്ച കൊണ്ടുവന്ന തന്നെ ഫൈസൽ മൗലവി. ആര് കൊണ്ടുവന്നോ? നമുക്കിത് ആവശ്യമില്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അല്ല. എല്ലാ ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾക്കറിയാം ജുമുഅ നിർബന്ധമാണ്, ജുമുഅ നിർബന്ധമാണ് എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കറിയാം. ചർച്ച കൊണ്ടുവന്നത് ഈ ഫൈസൽ മൗലവിയാണ്. ഈ ഫൈസൽ മൗലവി ചർച്ച കൊണ്ടുവന്ന് ഹംബലി മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം ജുമുഅ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ഷാഫി മദ്ഹബായ ഞങ്ങളാ, മാലിക്കി മദ്ഹബായ ഞങ്ങളാ, ഹനഫി മദ്ഹബായ ഞങ്ങളാ, ഹംബലി മദ്ഹബായ ഞങ്ങളാ, ഈ 4 മദ്ഹബും സുന്നത്ത് ജമാഅത്താണ്. ഇതിൽ ഹംബലി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ചിട്ട് ജുമുഅ നിർബന്ധമില്ല എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള 3 മദ്ഹബിലും ജുമുഅ നിർബന്ധമാണ്. പക്ഷേ ഈ പറയുന്ന ഓരോ മദ്ഹബുകൾ ഷാഫി മദ്ഹബിനെ കുറിച്ചിട്ടാണ് ചർച്ച. കർണാടകയിലുള്ളത് ഭൂരിഭാഗമുള്ളത് ഷാഫിയാണ്, കേരളത്തിലും ഷാഫിയാണ്. പിന്നെ ഈ ചർച്ച എന്തിനു കൊണ്ടുവന്നോ? ആർക്കാ ബുദ്ധിയില്ലാത്തത്? ഇപ്പോ നന്മ മുടക്കുന്നത് ആരാണ്? ഞങ്ങളല്ല, നിങ്ങൾ തന്നെ നന്മ മുടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഞാൻ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കൊണ്ടുവന്നു. വൈദ ജിതമഅൽ ഈദ് വൽ ജുമുഅത്തു ഫീ യൗമിൻ വാഹിദിൻ യഖറഉ ബിമാ അയ്ദൻ ഫി സ്വലാത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെള്ളിയാഴ്ചയും അന്ന് തന്നെ ജുമുഅയും അതുപോലെ പെരുന്നാളും 2 നിസ്കാരത്തിലും ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഇമാം മുസ്ലിം തങ്ങളെ ഉദ്ധരിച്ച ഹദീസ് കൊണ്ടുവന്നു. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഉസ്മാൻ തങ്ങൾ കൊണ്ടുവന്ന ചർച്ച ഫത്തുൽ ബാരി എടുത്ത് നോക്ക്. അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഈ വിഷയത്തില്, അതായത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖദ് അദിൻതു ലഹു, അവർ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നത് ലൈസ ഫീഹി തസ്രീഹുൻ ബി അദമിൽ ഔദ്, അവർ തിരിച്ച് പള്ളിക്ക് വന്നില്ല എന്നുള്ള വ്യക്തതയില്ല. വ്യക്തമായിട്ട് അവർ വന്നേ ഇല്ല എന്ന് പറയാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വായിലൻ ഫലാഹിറുൽ ഹദീസി ഫീ കൗനിഹിം മിൻ അഹ്ലിൽ അവാലി അന്നഹും ലം യകൂനു മിമ്മൻ തജ്ബു അലൈഹിൽ ജുമുഅത്തു ലിബോദി മനാസിലിഹിം. പഠിക്കടാ, ട്രോളാക്കുമ്പോ പഠിക്ക്. നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഓഫീസിൽ കിട്ടുന്ന ചീട്ട് വെച്ചിട്ടല്ല, പഠിക്ക്. അല്ലെങ്കിൽ കർണാടകത്തിന്റെ ഏതാണോ ചേരാടുകൾ നിന്നെ ട്രോളാക്കിയത് അവനോട് കൂടി എന്റെ നമ്പർ എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്കൊന്ന് പഠിക്കാം, ഇരുത്തി പഠിക്കവാ. അവരുടെ വീട് മദീനത്തിലല്ല,
അവർ കുറെ ദൂരെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ജുമാ നിർബന്ധമില്ല. ജുമാ നിർബന്ധമില്ലാത്തവരെ കുറിച്ച് നമുക്ക് ചർച്ചാക്കാനില്ല. അവരെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ഫത്തുൽ ബാരിൽ പറയുന്നുണ്ട്. അത് തന്നെ ബഹുമാനപ്പെട്ട ഇർഷാദു സാരിയില് ബഹുമാനപ്പെട്ട കസ്തല്ലാനി റഹിമഹുല്ലാ പറയുന്നുണ്ട്. അത് തന്നെ ബദ്രുദ്ദീൻ ലൈനി റഹിമഹുല്ലാ ഉംദത്തുൽ ഖാരിയിൽ പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയാനാ നിങ്ങൾക്ക്? വേണ്ട വിട്. ഈ വിഷയം എടുത്ത് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു 671 മൂപ്പർ വഫാത്തായത്. കേൾക്കുന്നുണ്ടോ? ഈ കാലത്തിൽ രചിച്ചതായ ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു ഈ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ കൊണ്ടുവന്ന ഈ വിഷയം കൊണ്ടുവന്ന് പറയുന്നുണ്ട്. വഫീ സ്വഹീഹി മുസ്ലിമിൻ അനി നുഅ്മാൻ ഇബ്നു ബശീർ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ഈദൈനി വഫിൽ ജുമുഅ എന്ന് പറയുന്ന ഹദീസ് കൊണ്ടുവന്ന് പറയുന്നുണ്ട്. വൈദജിതമഅൽ ഈദു വൽ ജുമുഅതു ഫി യൗമിൻ വാഹിദിൻ യഖറഉ ബിമാ അയ്ദൻ ഫി സ്വലാത്തൈൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച് പറയുന്നത് ലാ തസ്ഖുതുൽ ജുമുഅതു ലികൗനിഹാ ഫി യൗമി ഈദിൻ. ജുമുഅ വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായാൽ ജുമുഅ ഒഴിവാക്കരുത്, അത് ഒഴിവാകുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെയും കണ്ടു പഠിച്ചവരാണ് ഞങ്ങളാ. അത് മാത്രമൊന്നല്ല, ബിഗിയ എടുത്തു നോക്ക്. ബിഗിയ നമ്മുടെ ഷാഫി മദ്ഹബിലെ ബിഗിയ എടുത്തു നോക്ക്. അതിൽ പറയുന്നുണ്ട് എന്താ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ഫിദാ വാഫക യൗമുൽ ജുമുഅത്തി യൗമൽ ഈദി ഫഫിൽ ജുമുഅത്തി അർബഅത്തു മദാഹിബ് അന്നഹു ഇദാ ഹദറ അഹ്ലുൽ ഖുറ വൽ ബവാദി അൽ ഈദ വഖറജു മിനൽ ബിലാദി ഖബ്ല അസ്സവാലി ലം യൽസമുൽ ജുമുഅ വഅമ്മാ അഹ്ലുൽ ബലദി. ഇതാണ് ഞങ്ങളെ പോയിന്റ്. വഅമ്മാ അഹ്ലുൽ ബലദി ഫതൽസമുഹും. അഹ്ലുൽ ബലദാണ് ഞങ്ങളാ, മുഖീമീങ്ങളാണ് ഞങ്ങളാ, ഞങ്ങൾക്ക് ജുമുഅ നിർബന്ധമാകുന്നു എന്ന് തന്നെ ബിഗിയയിൽ പറയുന്നുണ്ട്. ശറഉൽ മുഅദ്ദബ് എടുത്തു നോക്ക്. ശറഉൽ മുഅദ്ദബ് ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹു ശറഉൽ മുഅദ്ദബ് എടുത്തു നോക്ക്. ഈ ശറഉൽ മുഅദ്ദബിൽ പറയുന്നുണ്ട് അന്ന മദ്ഹബന, നമ്മുടെ മദ്ഹബ്, അന്ന മദ്ഹബന, നമ്മുടെ മദ്ഹബ് വുജൂബുൽ ജുമുഅത്തി അലാ അഹ്ലിൽ ബലദി. ജുമുഅ നിർബന്ധമാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ആർക്ക്? മുഖീമീങ്ങളായ ഞങ്ങൾക്ക്, അഹ്ലുൽ ബലദായ ഞങ്ങൾക്ക് ജുമുഅ നിർബന്ധമാണ് എന്ന് നവവി ഇമാം റളിയല്ലാഹു അൻഹു ശറഉൽ മുഅദ്ദബിൽ പറയുന്നുണ്ട്. ഇനി എന്ത് പറയാണ് നിങ്ങൾക്ക്? എന്ത് പറയാണ് നിങ്ങളോട്? ഒന്നും പറയാനില്ല. ഇനി നോക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഇക്കന എടുത്തു നോക്ക്. ഇതിലും പറയുന്നുണ്ട് ഇതേ വാക്ക് ജുമാ നിർബന്ധമാകുന്നുണ്ട്. അതുപോലെ മുഗ്നി എടുത്തു നോക്ക്. ബഹുമാനപ്പെട്ട ഇമാം മുഗ്നി തങ്ങളെടുത്തു നോക്ക്. ഷിർബിനിയുടെ മുഗ്നിയാണ്. ഇതിലും പറയുന്നുണ്ട് ജുമാ നിർബന്ധമാകുന്നുണ്ട്. എല്ലാരും പറയുന്നത്. അൽ ബയാൻ എടുത്തു നോക്ക്. മിനിഞ്ഞാന്ന് ഒരു മൗലവി ഇങ്ങനെ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനാണ് ക്ലിപ്പാക്കിയത്. പേരോട് ഉസ്താദിന് ക്ലിപ്പാക്കിയിട്ട് പറയുന്നുണ്ട് ബയാൻ എന്ന കിതാബിലാണ് ഈ വിഷയം പറയുന്നത്. എല്ലാം മുടക്കുകയാണ്, മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. ജനങ്ങളുടെ ഫർദായ ജുമുഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? പ്രിയപ്പെട്ട പേരോട് ഉസ്താദ് വളരെ സ്നേഹത്തോടുകൂടി പറയട്ടെ, ഷാഫി അതെ 10ലധികം വോള്യങ്ങളുടെ ഗ്രന്ഥം, ഇതിന്റെ 2ാം വോള്യത്തിൽ ഇതേ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. വെള്ളിയാഴ്ച ദിവസം പെരുന്നാള് പെരുന്നാള് വന്നു കഴിഞ്ഞാൽ ആ പെരുന്നാൾ യോജിച്ചാല് പട്ടണവാസികൾ വാജിബ് തന്നെയാണ്. വാജിബ് തന്നെയാണ്. കേട്ടാ ജുമാ വാജിബ്. ഇനി പറയണം വലാ തസ്കുതു അൻഹും ബിഫിഇലിൽ ഈദ്. പെരുന്നാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് ജുമുഅ നമസ്കാരത്തിന്റെ നിർബന്ധം ഒഴിവാവുകയില്ല. എങ്ങനെ പെരുന്നാൾ നിസ്കാരം ആയി എന്നതിനെ കുറിച്ചിട്ട് ജുമാ നിസ്കാരം ഒഴിവാവുകയില്ല. എന്നിട്ട് പറ കാല അക്സറുൽ ഫുഖഹ. ഇതാണ് ഭൂരിഭാഗം ഫുഖഹാഇന്റെയും അഭിപ്രായം. അതേടാ മണ്ട, ഞാനും പറയുന്നത് തന്നെ. ഇതാണ് ഭൂരിഭാഗം ഫുഖഹാക്കളുടെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ടവരുടെ തീരുമാനം നീ എന്തിനു കൊണ്ടുവരണോ? ഇതുകൊണ്ടല്ലേ ഷാഫിയാക്കളായ ഞങ്ങൾക്ക് ജുമുഅ നിർബന്ധമാകുന്നു. കേൾക്കുന്നുണ്ടാ? പേരോട് ഉസ്താദിനാണ് ട്രോളാക്കല്. പേരോട് ഉസ്താദിന്റെ ഫോട്ടോ വീഡിയോ വെച്ചിട്ട് എന്താണ് ഷാഫിയാക്ക് ഒബിഹി ഖാല അക്സറുൽ ഫുഖഹ. ഇവൻ പറയുന്നത് ഞാനെന്തല്ലേ ഇവൻ പറയുന്ന വാക്ക് ഇതാണ് അക്സറുൽ ഫുഖഹാ പറഞ്ഞു. അക്സറുൽ ഫുഖഹാ എന്ന് പറയുമ്പോ 1,00,000 പൈസ ഉണ്ടെങ്കിൽ പിന്നെ 1 പൈസന്റെ വിഷയം പറയണം. 1,00,000 പൈസയാണ് ആവശ്യമുള്ളത്. എന്റെ അടുത്ത് 1 പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ പറയാനല്ല. ഷാഫി മദ്ഹബിൽ അംഗീകാരമാകുന്ന അൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഉംറാനി റളിയല്ലാഹു അൻഹു പറയുന്ന 2ാം വാല്യത്തിൽ 551 പേജിൽ പറഞ്ഞ ഈ വീഡിയോയിൽ പറയുന്നത് ഇതാണ് അക്സറുൽ ഉലമാ പറഞ്ഞു ജുമുഅ നിർബന്ധമാകുന്നു. എന്നിട്ട് ഇവന്റെ പൊട്ടത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുപോവാൻ ഏകോപ്യമായ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങളുടെ വാദം തെറ്റല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് തീർത്തും തെറ്റാണ്. നിങ്ങൾ പറയുന്നത് ജുമാ നിർബന്ധമില്ല. ആരാണ് വിവാദം കൊണ്ടുവന്നത് ഇവിടെ? ഫൈസലാണ്. അവൻ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ചുമ്മാ മിണ്ടാതിരുന്നാൽ പോലെ. അദ്ദേഹം ഉണ്ടാക്കി, എന്നിട്ട് മനുഷ്യന്മാരെ വിളിച്ചു കൊണ്ടുവന്നോ? ബയാനാണെങ്കിലും എല്ലാ കിതാബ് എടുത്ത് നോക്കും. ഞങ്ങൾക്ക് നൂറുകണക്കിൽ പറയാറുണ്ട്. എല്ലാരും പറയുന്നു ജുമാ നിർബന്ധമാകുന്നു. ഇനി എന്റെ വോയിസ് ആര് ട്രോൾ ആക്കുന്നുണ്ടാ? ഡയറക്റ്റ് എന്റെ നമ്പർക്ക് വന്നിട്ട് മറുപടി പറ. ഓക്കെ, ഇതാണ് വേണ്ടത്. ഇത്രയേ പറയാറുള്ളൂ.